അമ്മ 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 ബാലു മിസ്റ്റർ ബാലു. അമ്മ 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 എത്രയും വേഗം അവനെ ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കണം. അമ്മ വരുന്നില്ലേ? ഇല്ല, ബാലുവിന് ഒന്നും സംഭവിക്കില്ല. പ്രഷർ ലേശം കൂടിക്കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ബാലു എന്റെ മുഖം കാണാൻ പാടില്ല. വേണ്ട, നീ വരേണ്ട കാര്യമില്ല. അമ്മയുടെ അടുത്ത് പോയിരിക്കും. എന്താണ് ഈ കണ്ണുനീരിന്റെ അർത്ഥം? മകൻ ബോധം കെട്ട് വീട്ടുമുറ്റത്ത് വീണപ്പോ ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മുറിയിൽ വന്ന് കരയുന്ന അമ്മ. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. തലചുറ്റി വീണ മകനെ എടുത്ത് മടിയിൽ കിടത്തി അമ്മ തന്നെയല്ലേ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്? എന്നെ മനസ്സിലാക്കാൻ ഈ പ്രായത്തിൽ നിനക്ക് പറ്റൂല ചിമ്മയി. അമ്മ രക്ഷിക്കുന്നവളാണ്, ശിക്ഷിക്കുന്നവളുമാണ്. അമ്മ മക്കളെ ശിക്ഷിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ബാലു ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്ന കാലമാണ്. നന്മയുടെ പുതിയ വെളിച്ചത്തിലേക്ക് എന്റെ മകൻ മടങ്ങി വരും. അന്ന് അവൻ എന്നെയും ഞാൻ അവനെയും കാണും. നന്മയും തിന്മയും ആരാണ് തീരുമാനിക്കുന്നത്? മോളെ, ഇത് തർക്കിക്കാനുള്ള സമയമല്ല, എനിക്ക് ദുഃഖിക്കാനുള്ള സമയമാണ്. ഒറ്റയ്ക്കിരുന്ന് കരയാൻ എന്നെ അനുവദിക്ക്. What is happening? ഞാനെങ്ങനെ ഹോസ്പിറ്റലിലെത്തി? കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ബാലു തലചുറ്റി വീണു. ഉടൻ ഹോസ്പിറ്റലിലെത്തിക്കാൻ അമ്മയാണ് പറഞ്ഞത്. ഇവിടെ എത്തി വേണ്ട പരിശോധനകൾ നടത്തി. പേടിക്കാനൊന്നുമില്ല. പ്രഷർ ലേശം ഒന്ന് കൂടി, ഇപ്പം നോർമലായി. ഹോസ്പിറ്റലിലെത്തിക്കാൻ അമ്മയാണോ പറഞ്ഞത്? നന്നായി. സ്വന്തം കിടക്കയിൽ 5 നിമിഷം മകൻ കിടക്കട്ടെ എന്നമ്മ വിചാരിച്ചില്ലല്ലോ. പിന്നെ എന്തിനെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു? ഞാൻ റോഡിൽ കിടന്ന് മരിച്ചാൽ തന്നെ അമ്മയ്ക്കെന്താ? ബാലു, അമ്മയുടെ തീരുമാനങ്ങൾക്ക് അമ്മയുടേതായ ന്യായങ്ങളുണ്ട്. അത് ബാലു മനസ്സിലാക്കണം. അധികം സംസാരിക്കണ്ട. 2 ദിവസം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞാൽ ബാലുവിനും കോയമ്പത്തൂരിലേക്ക് മടങ്ങാം. നോ, എനിക്കൊരു റെസ്റ്റും ആവശ്യമില്ല. ഉടനെ മടങ്ങണം. ബാലു, എന്തായി കാണിക്കുന്നേ? അടങ്ങി കിടക്കവിടെ.
ഇപ്പൊ ബാലു ഞങ്ങളുടെ നിയന്ത്രണത്തില്. നിങ്ങൾ എത്ര വലിയ കമ്പനിയുടെ ചെയർമാൻ ആയാലും ഇപ്പൊ ഒരു പാവ രോഗി മാത്രം. ബാലുവിന് സീരിയസ് എയിൽമെന്റ് ഒന്നും അല്ലല്ലോ. ഞാനിവിടെ ഇരിക്കാം. ജയം പൊയ്ക്കോളൂ. ഓഫീസിൽ എക്സ്പോർട്ട് ഓർഡറുകൾ വന്ന് മറിയുന്നു. താങ്ങി പിടിക്കാൻ ചെയർമാൻ അവിടെ ഉണ്ടായേ പറ്റൂന്ന് മാനേജർ വിളിച്ച് പറഞ്ഞു. ബാലു, ഞാൻ വൈകിട്ട് വരാം. ആ വാതിലടക്കട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോക്ടറും നഴ്സും മുറിയിൽ വരുന്ന പതിവ് പരിപാടി കഴിഞ്ഞല്ലോ അല്ലേ? അറിയില്ല, ഞാൻ ഉറക്കത്തിലും അബോധാവസ്ഥയിലായിരുന്നു. അടച്ചിട്ട ഒരു മുറിയിൽ ഒരു പുരുഷനും സ്ത്രീയും മാത്രം ഇരുന്നാൽ കൂടെ ചെകുത്താനും ഉണ്ടാവും എന്നൊരു പഴമൊഴിയുണ്ട്. ബാലുവിന് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഓ, എനിക്ക് സമാധാനായി. നാളെ എനിക്കിവിടെ വന്നിരിക്കാമല്ലോ. താങ്ക്സ്. ബാലു അമ്മയെ കാണാൻ വന്നത് പ്രധാനമായും അമ്മയുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയായിരുന്നു. അമ്മയെ കൊല്ലാൻ ബാലു വാടക കൊണ്ടേ അയച്ചു എന്ന് അമ്മ ധരിക്കുന്നെങ്കിൽ അത് ശരിയല്ല. അമ്മയുടെ ധാരണ തിരുത്താൻ വേണ്ടിയാണ് ബാലു വന്നത്. ആ തെറ്റിദ്ധാരണ ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് പോന്ന ശേഷം അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അപ്പോഴപ്പോഴ് സെൽവരാജ് എന്നെ അറിയിക്കുമായിരുന്നു. ത്യാഗവും രാകേഷും ചേർന്നാണ് രാമു എന്ന് പറഞ്ഞ ഗുണ്ടയെ അയച്ചത്. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് ബാലുവിനോട് രണ്ടു വാക്ക് സംസാരിക്കാമായിരുന്നില്ലേ? ഒരു വലിയ മുറിവുണ്ടായിപ്പോയി. അത് പൂർണ്ണമായി കരിയാൻ സമയം വേണം. ഉണങ്ങാത്ത മുറിവുമായി അശ്രദ്ധയോടെ പെരുമാറിയാൽ അത് പഴുത്ത് ഒരിക്കലും കരിയാത്ത പുണ്ണായി മാറും. എനിക്കൊരപേക്ഷയുള്ളൂ. ബാലുവുമായുള്ള അമ്മയുടെ ബന്ധം എങ്ങനെയായിരുന്നാലും അമ്മ ഇനി എൻ്റെ കമ്പനി വിട്ട് പോരുത്. ഈ ഭൂമിയിൽ ഒന്നും തന്നെ സ്ഥിരമല്ല. ഒരു ബന്ധവും ശ്വാസതമല്ല. എനിക്ക് പോകേണ്ടി വന്നാൽ പോയേ മതിയാവും. ഇവിടെ കട്ടിലും എത്തിയൊന്നുമില്ലേ? സുഖവാസത്തിനല്ലല്ലോ നമ്മൾ ആശ്രമത്തിൽ വന്നത്. അതെ, ഇവിടുത്തെ പ്രധാന സ്വാമി വലിയ പണക്കാരനായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. അച്യുതം കേശവം രാമനാരായണം വിഷ്ണുദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം വിഷ്ണുദാമോദരം പതുക്കെ. ഇവിടെ ഒച്ചത്തി സംസാരിക്കാനേ പാടില്ല, മന്ത്രിക്കാനേ പാടുള്ളൂ. ഞാൻ സംസാരിക്കല്ലോ, പാടുകയല്ലേ. ഒച്ചത്തിൽ പാടാനും പാടില്ല. വൈകിട്ട് 6 മണിക്കും ഭജനയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാടാം. അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി പാത്രങ്ങൾ കഴുകി വെക്കണം. അയ്യ, പാത്രങ്ങൾ അവരവരെന്നെ കഴുകിയാ പോരെ? മനസ്സിലുള്ള അഹങ്കാരം കഴുകിക്കളയുന്നതിന്റെ ഒരു ഭാഗം അത്. ഞാൻ എന്ന ഭാവം പാടില്ല, നമ്മൾ എന്ന ഭാവമേ പാടുള്ളൂ. കക്കൂസും കുളിമുറികളും ഒക്കെ കഴുകുക, പാത്രം തേക്കുക എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ സെപ്റ്റിക് ടാങ്കും ശുദ്ധമാക്കണം. അയ്യേ, സ്വാമിമാരും സ്വാമിനിമാരും ഒരുമിച്ചാ അത് ചെയ്യുന്നത്. സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനോ? എന്റെ കൃഷ്ണ.
ദിവസങ്ങളായി നീ ഇങ്ങനെ ആലോചിക്കുന്നു? ഇങ്ങനെ നിർത്താതെ ആലോചിച്ചുകൊണ്ടിരുന്ന അന്തവും കുന്തവും കാണത്തില്ല. കഴിഞ്ഞതിനെ പറ്റിയും ഇനി വരാൻ പോകുന്നതിനെ പറ്റിയും ഇപ്പൊ നടക്കുന്നതിനെ പറ്റിയും ഒക്കെ നീ ചിന്തിക്കണം. പക്ഷേ ജീവിത ആലോചന മാത്രമായി പോകരുത്. പ്രവൃത്തിയാണ് പ്രധാനം. എൻ്റെ അഭിപ്രായത്തിൽ നീ ഇനിയെങ്കിലും ആലോചന മതിയാക്കി നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോണം. പെണ്ണുങ്ങളങ്ങ് ക്ഷമിച്ചു കൊടുക്കണം മോളെ. ഭൂമിയോളം ക്ഷമിക്കണമെന്നൊന്നും മുത്തശ്ശി പറയുന്നില്ല. എങ്കിലും ക്ഷമയും സഹനവും ആദ്യം കാണിക്കേണ്ടത് പെണ്ണുങ്ങളാ. അതുകൊണ്ടാ ഭൂമിയെ നമ്മൾ അമ്മയായി കരുതുന്നത്. ആണുങ്ങൾക്ക് ക്ഷമ വേണ്ടെന്നാണോ മുത്തശ്ശി പറയുന്നത്? തീർച്ചയായും വേണം. ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയോടും ക്ഷമിക്കണം. പക്ഷേ പുരുഷന്റെ ക്ഷമ സ്ത്രീ അവളുടെ സ്നേഹത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. ബാലുവിനെ ശരിക്കറിയാൻ കഴിയാത്തത് കൊണ്ടാ മുത്തശ്ശി ഇങ്ങനെ പറയുന്നത്. അവസാനത്തെ ഏതാനും നാളുകൾ ആ വീട്ടിൽ എത്ര നാണം കെട്ടാ ഞാൻ കഴിഞ്ഞെന്ന് മുത്തശ്ശിക്ക് അറിഞ്ഞൂടാ. ഞാൻ പെട്ടിയെടുത്തിറങ്ങിയപ്പോ നിൽക്കുന്നൊരു വാക്ക് പറഞ്ഞില്ല. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. എന്നെ കണ്ട ഭാവം നടിച്ചില്ല. ഇല്ല, ഞാൻ അങ്ങോട്ടില്ല. വരൂ മുത്തശ്ശി. ഓംകാരായ നമോ നമഃ. ഓംകാരായ നമോ നമഃ. ഓംകാരായ നമോ നമഃ. ഇനി എല്ലാവരും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക. എന്റെ ഭർത്താവിന് ചെന്നൈ നഗരത്തിലുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് ബാലുവിനിപ്പം മനസ്സിലായില്ലേ? ബാലു താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് സൂട്ട് കേസ് ഇതാ കൊണ്ടുവന്നു കഴിഞ്ഞു. പരിഹാസം അധികമാവരുത്. ഞാൻ എന്തു പറഞ്ഞാലും എന്റെ ഭർത്താവ് അത് പരിഹാസമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാ? ഞാൻ ചിരിച്ച പരിഹാസം, കരഞ്ഞാലും പരിഹാസം. ബാലുവിന് 2-3 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. എങ്കിൽ എന്റെ മനസ്സിന് കുറച്ചുകൂടി ആശ്വാസം ലഭിച്ചേനെ. ഞാൻ എത്ര ക്രൂരയാണെന്ന് നോക്കൂ. ഒരാളുടെ രോഗത്തിൽ പോലും സ്വന്തം ആശ്വാസം തിരയുന്നു. ചിന്മയ എന്നൊരു വലിയ സത്യം പഠിപ്പിച്ചു. ആണായി പറഞ്ഞാൽ അവനൊരു പെങ്ങളുണ്ടാകണം. നിന്നെപ്പോലൊരു സഹോദരി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ നശിക്കുമായിരുന്നില്ല. വരട്ടെ.
മോളെ